നന്ദൂട്ടാ, നമ്മളെങ്ങോട്ടേക്ക് പോകുന്നത്? പൂവത്താർക്കുണ്ട് എവിടെയാണ്? യെസ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം അല്ലേ? എൻ്റെ മുന്നിലത്തെ വ്ളോഗെല്ലാം കണ്ടിട്ട് അടുത്ത വ്ളോഗിൽ എന്നെ കൂട്ടും എന്ന് പറഞ്ഞിട്ട് നന്ദൂട്ടൻ എനിക്കെപ്പോൾ മെസ്സേജ് അയക്കും. അങ്ങനെ നന്ദൂട്ടനെ കൂട്ടിയിട്ട് നമ്മൾ പൂവത്താർക്കുണ്ടിലേക്ക് പോകാമെന്ന് വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. കണ്ണൂർ ജില്ലയിൽ മാലൂർ പഞ്ചായത്തിൽ തോലമ്പ്ര എന്ന സ്ഥലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ കൂടി വണ്ടി പോകുന്നില്ല, വണ്ടി കുറച്ച് പോകാൻ പണിയായതുകൊണ്ട് നമ്മൾ രണ്ടാളും ഇറങ്ങി നടക്കുന്നു. ഞാനും നന്ദൂട്ടനാണ്. രാവിലെ രണ്ടാളും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേ കൂടി വണ്ടി കയറ്റാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ നടക്കുന്നതാണ്. കുറച്ച് പണിയിലെ റോഡാണ്. ഇവിടെ വണ്ടി അങ്ങ് താണു പോയി. അപ്പോൾ ഇനി തിരിച്ചിറക്കുന്നതാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും താഴെ പോകും. ഗൈസ്, ഇതാണോ കറക്റ്റ് വഴിയെന്ന് അറിയില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വഴിയല്ല വന്നത്, വേറൊരു വഴിയാണ്. നമ്മളൊരു മൂപ്പനുണ്ടായിരുന്നു, കെ പി ആണ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയുന്നത്. കെ പിന്നൊപ്പരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഇപ്രാവശ്യം ചന്ദ്രൻ അറിയാമെന്ന് ഡയലോഗ് അടിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൂടി വന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നധികം മഴയൊന്നുമില്ല, സ്ഥലം കാണുന്നില്ലേ? ആടെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ഇവിടുന്ന്. ഈ പൂവത്താറ് എന്ന് പറയുന്ന സ്ഥലം ശരിക്കും അറിയപ്പെടാൻ തുടങ്ങിയത് ഇവിടുത്തെ ഒരു കോറ സമരം കൊണ്ടാണ്. ഒരു കോറയിൽ ജനങ്ങളുടെ എതിർപ്പ് മൂലം ഇവിടുത്തെ ഒരു കോറ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നു. അന്ന് സമരം ഭയങ്കര വലിയൊരു ചർച്ചയായിപ്പോയിന്. ഇവിടുത്തെ ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധമായിരുന്നു അത്. ആ ഒരു സമരത്തിൻ്റെ മേലെയാണ് ഈ പൂവത്താറെന്ന സ്ഥലം ശരിക്കും അറിയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാനൊക്കെ ഇതിനെ പറ്റിയിട്ട് കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ മേലേക്ക് കയറാൻ പോകുന്നത്. ഇതുവരെ ഇതിൻ്റെ മേലോട്ടേക്ക് നമ്മൾ കയറി പോയിട്ടില്ല. എന്നാലും ഒന്ന് നോക്കാം, കുറച്ച് റിസ്ക്കാണ് വഴിയല്ലോ, എന്നാലും ഒന്ന് കയറി നോക്കാം. കണ്ട, ഈ വഴി ഇങ്ങനെ കയറി പോകണം. ഇതെല്ലാം നല്ല വഴുക്കലുമുണ്ട്. ഇതാണ് ശരിക്കും സ്പോട്ട്. നമ്മൾ ഇതുവരെ എല്ലാം താഴെയാന്ന് വന്നില്ല, ആദ്യമായിട്ടാണ് മേലെ കയറി. ഇതാണ് ശരിക്കും സ്പോട്ട്. മേലെ അടിപൊളി, ഒന്നും പറയാനില്ല. താഴത്തേക്കാണ് കിട്ടുക, പക്ഷേ മേലെ കയറൽ കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിച്ചിട്ട്. നമ്മൾ ചെരുപ്പെല്ലാം താഴെ വെച്ചിട്ടാണ് വന്നത്. കയറൽ കുറച്ച് പണിയായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം പിടിച്ചിറങ്ങി അങ്ങ് പോകുന്നുണ്ട്. നമ്മളിവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ മേലോട്ടേ കയറിയില്ല. ആദ്യമായിട്ടാണ് മേലെ കയറിയത്. മേലെ കയറിയിട്ട് നോക്കുമ്പോൾ താഴെ ഇല്ലത് ഒരു സാമ്പിൾ മാത്രമാണ്. മേലെയാന്ന് ശരിക്കുള്ള ഒരു വെള്ളച്ചാട്ടം. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തെ കെ പി എന്നോട് പറഞ്ഞതേനു മേലെയാന്ന് കാണാനില്ലെന്ന്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് എന്തോ അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയില്ല. പല്ലടിക്കലേ, ചെറിയ ചുണ്ട് ഒന്നാവും, നോക്കി ഇറങ്ങ. നന്ദൂട്ടൻ നമ്മൾ പരമാവധി കെയർ ചെയ്തിട്ടാണ് മേലോട്ടേക്ക് കയറ്റിയതും താഴെ ഇറക്കിയതും എല്ലാം. അവൻ നല്ലോണം ശ്രദ്ധിച്ചു.
തല നനഞ്ഞിട്ടില്ല കേട്ടോ. അമലേ, ഈ സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളി. നീ ഇതിന് മുമ്പേ ഇവിടെ വന്നിട്ടുണ്ടോ? ഒരിക്കൽ വന്നിട്ടുണ്ട്. എത്ര പഠിക്കുമ്പോൾ? +2. അന്നേരം ഇതുവഴി തന്നെ വന്നേ? ഇതുവഴി ഇത്ര വെള്ളം ഉണ്ടായിരുന്നു അന്നേരം? കുറവേനന്നേരം വേനൽക്കാലത്തായിട്ടാണ്. അതെയാ. ഇപ്പൊ ഇത് എങ്ങനെയുണ്ട് സംഭവം? മേലക്കേറിയത് ആദ്യമായിട്ടല്ല? അടിപൊളി എക്സ്പീരിയൻസ്. കിടിലാണോ? കുറേ ഇതെല്ലാക്കിയിട്ട് ഇതാക്കുന്നത് ടൈറ്റാക്കിയിട്ട് ഇത് കുലിക്ക് പൊട്ടിത്തെറിക്കും. ഇത് പൊട്ടിത്തെറിക്കടാ, അങ്ങോട്ട് പാർക്കരി. അന്തൂട്ടോ, നീ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ആ മേലക്കേരിയത്? എങ്ങനെയുണ്ട്? കുളിക്കാനുള്ള അടിപൊളി സ്ഥലമല്ലേ? ഇഷ്ടപ്പെട്ടിനോ? അടിപൊളി. ഇന്ന് മഴ പെയ്യാത്ത എന്തോ ഭാഗ്യം. ഇന്നത്ര വലിയ മഴയില്ലേ, അതുകൊണ്ട് നമുക്ക് അധികം റിസ്ക് ഇല്ലാണ്ട് ഇങ്ങനെ വരാൻ പറ്റും. നന്ദൂട്ടിന് ഈ യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അടുത്തത് എൻ്റെ അമ്മേൻ്റെ നാട്ടിൽ വെള്ളാർവള്ളി ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകണേ രൂപത്താട്ടാ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. എന്നാൽ ശരി. എന്നാൽ